ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. വെറുമൊരു ദിനമായി മാറ്റി നിർത്താൻ പാടില്ല. അല്ലെങ്കിൽ ഈ ഒരു ദിവസത്തിൽ മാത്രം ആചരിക്കേണ്ട ഒന്നല്ല പരിസ്ഥിതി ദിനം. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നിരവധിയാണ് ഇന്ന് കണ്ടുവരുന്നത്. ആരോഗ്യകരമായ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാനും ജൈവ വൈവിധ്യത്തിന്റെ തകർച്ച തടയാനും നമുക്ക് കഴിയൂ. മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്നതിൻ നിഴലിൽ നീ നാളെ മരവിക്കവേ, ഉയരറ്റ നിൻ മുഖത്തശ്രുബിന്ദുക്കളാൽ ഉദകം പകർന്നു വിലപിക്കാൻ ഇവിടെ അവശേഷിക്കില്ല ആരുമീ ഞാനും. ഇതു നിനക്കായി ഞാൻ കുറിച്ചിടുന്നു, ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. മനുഷ്യന്റെ കടന്നുകയറ്റം കൊണ്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന പച്ചപ്പിനെയും താറുമാറായിക്കൊണ്ടിരിക്കുന്ന ആവാസ വ്യവസ്ഥയും ഓർമ്മിപ്പിക്കാനായി വീണ്ടും ഒരു പരിസ്ഥിതി ദിനം കൂടി. കുറച്ച് മരങ്ങൾ നട്ടതുകൊണ്ടോ പ്രതിജ്ഞ ചൊല്ലിയതുകൊണ്ടോ മാത്രം ഒതുങ്ങുന്നതല്ല ഇന്നേ ദിവസത്തെ കടമ. ഭൂമിയാകെ നേരിടുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളെ കണ്ടെത്തി അതിന് പരിഹാരമാർഗം കണ്ടെത്തുകയാണ് വേണ്ടത്. പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം വരുത്തുവാനും കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്യുവാനുമായി ഓരോ പരിസ്ഥിതി ദിനവും ആചരിക്കാം. പ്രകൃതി എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ഓരോ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. കഴിക്കുന്ന ഭക്ഷണം മുതൽ ശ്വസിക്കുന്ന വായു വരെ ഓരോരുത്തർക്കും അവകാശപ്പെട്ടത്. UN ജനറൽ അസംബ്ലിയിൽ 1972 സ്റ്റോക്ക്ഹോം സമ്മേളനത്തിന്റെ ആദ്യ ദിവസം ലോക പരിസ്ഥിതി ദിനമായി പ്രഖ്യാപിച്ചത്. 50 വർഷത്തോളമായി പരിസ്ഥിതി ദിനം ആചരിച്ചു വരികയാണ് ലോകം. ഒരു ഭൂമി മാത്രമെന്ന സന്ദേശത്തോടെ 1974 ആദ്യത്തെ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. റിസർച്ച് ഡെസ്ക്, കേരള വിഷൻ.